നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. ഒൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന മാതാപിതാക്കൾ പറഞ്ഞത് വളരെ നല്ല കുട്ടിയായിരുന്നു, നന്നായി അടങ്ങിയിരിക്കുമായിരുന്നു, ആർക്കും ഒരു പരാതിയില്ലായിരുന്നു, സ്കൂളിലൊന്നും ഒരു ശല്യവുമില്ല, പറഞ്ഞാൽ പഠിക്കും, പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കും, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, വളരെ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ 3 മാസത്തിന് മുൻപ് ഇവൾക്കൊരു പനിയും തൊണ്ടവേദനയൊക്കെ വന്നു. അത് ഇത്തിരി കലശലായ ഒരു അസുഖമായി. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വന്നു. ആശുപത്രിയിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്ന ശേഷം പനിയും തൊണ്ടവേദനയൊക്കെ മാറിയെങ്കിലും പെരുമാറ്റത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ. അതിൽ പ്രധാനമായിട്ടും വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്നതേയില്ല. ഇങ്ങനെ ചടുലമായി ഓടി നടക്കുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, ആവർത്തിച്ച് കൈകൾ ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കുന്നു. കൈ വൃത്തിയായില്ല എന്നുള്ളൊരു തോന്നൽ പോലെ പിന്നെയും ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും പോരാതെ ചില അപശബ്ദങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. തൊണ്ട ഇങ്ങനെ ക്ലിയർ ചെയ്യുന്ന പോലത്തെ ചില ശബ്ദങ്ങൾ, ഇത്തരത്തിലുള്ള ചില ശബ്ദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നു. ചില തെറി വാക്കുകൾ, പ്രത്യേകിച്ച് ഒരു സന്ദർഭവും സാഹചര്യമൊന്നും ഇല്ലാതെ തന്നെ ചില പ്രത്യേകതരം തെറി വാക്കുകൾ, 1-2 വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. ഒരു വല്ലാത്ത വിചിത്രമായൊരു അവസ്ഥ. ഇങ്ങനെയൊന്നും ഈ കുട്ടി ഇത്രയും നാളും കാണിച്ചിട്ടേ ഇല്ല. എന്തു പറ്റി ഈ കുട്ടിക്ക് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ രക്തത്തിലൊരു പരിശോധന നടത്തി നോക്കുന്നു. ആൻറ്റി സ്ട്രെപ്റ്റോലൈസിൻ ASO എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ നമ്മുടെ എല്ലാം ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുള്ള, പനിയും തൊണ്ടവേദനയും ത്വക്ക് രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയയാണ്, സർവ്വസാധാരണമാണ്. ആ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ നമുക്ക് പലർക്കും വരാറുമുണ്ട്. ഈ സ്ട്രെപ്റ്റോകോക്കസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശ സംബന്ധമായ അണുബാധ ഉണ്ടാക്കി അത് ചികിത്സിച്ച് ഭേദപ്പെട്ടാലും ചില വ്യക്തികളിൽ അതിൻ്റെ ഒരു പരിണത ഫലമായിട്ട് തലച്ചോറിലെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തിന് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ടാകുകയും അതിനെ തുടർന്ന് ചില അസ്വാഭാവിക ചലനങ്ങളും അസ്വാഭാവിക പെരുമാറ്റങ്ങളുമുള്ള ഒരു അവസ്ഥ വരാം. ഈ അവസ്ഥയെ നമ്മൾ ഇംഗ്ലീഷിൽ പാൻഡാസ് എന്ന് പറയും. പീഡിയാട്രിക് ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോസൈക്കാട്രിക് ഡിസോർഡർ അസോസിയേറ്റഡ് വിത്ത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയും. അത് ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞാൽ അണുബാധയുടെ ഫലമായി തലച്ചോറിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ വ്യത്യാസത്തിൻ്റെ ഫലമായുള്ള ലക്ഷണങ്ങളാണ്. 3 ലക്ഷണങ്ങളാണ് ഇതിന് പ്രധാനമായിട്ട്. ഒന്ന്, ഈ ഒബ്സഷൻസ് എന്ന് പറയും. ആവർത്തന സ്വഭാവമുള്ള ചില ചിന്തകൾ വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കയ്യിൽ അഴുക്കിരിപ്പുണ്ടെന്നുള്ള ചിന്ത വരുന്നു. അത് വല്ലാതെ വെപ്രാളം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആവർത്തിച്ച് പോയി കൈ കഴുകും. കമ്പൽഷൻ എന്ന് പറയും. അങ്ങനത്തെ ലക്ഷണങ്ങൾ. 2, ടിക്സ് എന്ന് പറഞ്ഞ ചില ലക്ഷണങ്ങളുണ്ട്. TICS. ടിക്സ് എന്ന് പറയുമ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഒരു പേശി പെട്ടെന്ന് വലിഞ്ഞു മുറുകുന്നു, അല്ലെങ്കിൽ ഒന്നിലധികം പേശി വിഭാഗങ്ങൾ അടുത്തടുത്തുള്ളത് ഒരുമിച്ച് വലിഞ്ഞു മുറുകുന്നു. അങ്ങനെ വലിഞ്ഞു മുറുകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ചലന വൈകല്യമോ ഒരു പെരുമാറ്റ വൈകല്യമോ ആകാം ഈ പറയുന്ന ടിക്സ് എന്ന് പറയും. ചിലപ്പോൾ ചില ശബ്ദങ്ങളുടെ രൂപത്തിലായിരിക്കും ടിക്സ് വരുന്നത്, വോക്കൽ ടിക്സ് എന്ന് പറയും. അങ്ങനെ വരാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി, അടങ്ങിയിരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രകൃതവും കൂടെ വരാം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതൊരു ബാക്ടീരിയൽ അണുബാധയുടെ ഒരു പരിണത ഫലമാണ്. അതുകൊണ്ട് തന്നെ ഈ ASO ടൈറ്റർ എന്ന സംഗതി കൂടി നിൽക്കുന്നതുകൊണ്ട് ഈ പെരുമാറ്റ വ്യത്യാസങ്ങൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ വേണം. ഒബ്സഷൻസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, ടിക്സ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, അതെല്ലാം കൊടുക്കുന്നതിനോടൊപ്പം ചിലപ്പോൾ ഈ ബാക്ടീരിയയുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുന്ന പെൻസിലിൻ വിഭാഗത്തിൽപ്പെടുന്ന ചില ആൻറ്റിബയോട്ടിക് മരുന്നുകളും ഇതിനോടൊപ്പം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ 3 വിഭാഗം മരുന്നുകളും കൃത്യമായി കൊടുത്തപ്പോൾ വളരെ പെട്ടെന്നൊരു മാറ്റം കണ്ടു. വളരെ പെട്ടെന്ന്, ഏതാനും ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ മാറി. കുട്ടി അടങ്ങിയിരിക്കാൻ തുടങ്ങി, കുട്ടി പഠിക്കാൻ തുടങ്ങി, കുട്ടിക്ക് അസ്വാഭാവിക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതൊക്കെ മാറി, കുട്ടി ആവർത്തിച്ച് കൈ കഴുകുന്നതിൻ്റെ തോത് കുറഞ്ഞു. ഏതാണ്ടൊരു 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ലക്ഷണങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നിയന്ത്രണ വിധേയമായി. ഒരു 6 മാസക്കാലം മരുന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് മരുന്ന് കുറച്ചുകൊണ്ടുവന്ന് നിർത്താനും സാധിച്ചു. അത് നിർത്തി കഴിഞ്ഞപ്പോഴേക്കും പൂർണ്ണമായിട്ടും ഈ രോഗലക്ഷണങ്ങളെല്ലാം മാറുന്ന ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ച ഈ ലക്ഷണങ്ങളൊക്കെ സ്വതന്ത്രമായ മാനസിക പ്രശ്നങ്ങളായിട്ട് വരാം. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ അല്ലെങ്കിൽ OCD എന്ന് പറയുന്നൊരു സ്വതന്ത്രമായ മാനസിക പ്രശ്നമാണ്. ടിക്ക് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ചലന വൈകല്യം, അതും ഒരു സ്വതന്ത്രമായൊരു രോഗമാണ്. ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ADHD, അതും സ്വതന്ത്രമായൊരു മാനസിക രോഗം. പക്ഷേ ഈ 3 രോഗങ്ങളുടെ ലക്ഷണങ്ങൾ ഇവിടെ കാണുന്നു. ഈ ലക്ഷണം വന്നത് എപ്പോഴാണ്? ഒരു ബാക്ടീരിയൽ അണുബാധ വന്നതിന് ശേഷമാണ്. സാധാരണഗതിയിൽ തൊണ്ടവേദനയോ പനിയോ ഒക്കെ ആയിട്ടായിരിക്കാം ഈ സ്ട്രെപ്റ്റോകോക്കൽ അണുബാധ വരുന്നത്. ചില ആളുകളിൽ തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങളായിട്ട് വരാം.
ത്വക്കിൻ്റെ ഇൻഫെക്ഷൻ അണുബാധ വന്നിട്ട് അത് ചികിത്സിച്ച് മാറിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഇത്തരം ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നൊരു അവസ്ഥ വരാം. അപ്പോൾ ഈ പാൻഡാസ് എന്ന് പറഞ്ഞൊരവസ്ഥ സാധാരണഗതിയിൽ കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ബാക്ടീരിയൽ അണുബാധ വന്നതിന് ശേഷം പെട്ടെന്ന് പെരുമാറ്റ പ്രശ്നങ്ങൾ തുടങ്ങിയാൽ ഈ ASO എന്ന് പറയുന്ന ഒരു രക്തപരിശോധന നടത്തി ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ബാക്കി പത്രങ്ങളുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ട ആവശ്യമാണ്. അത് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ അത് കൂടുതലാണ് എങ്കിൽ ആ ബാക്ടീരിയയുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകളും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഇത് പൂർണ്ണമായിട്ട് മാറി വരുന്നൊരു അവസ്ഥയാണ്. പലപ്പോഴും ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന വലിയ സങ്കീർണതകളുണ്ടാക്കും. ഇത് ഇന്ന കാരണം കൊണ്ടാണെന്ന് അറിയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ദീർഘകാലം ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിൽക്കും. ആ കുട്ടിയുടെ പഠനം മോശമാകും, അവരുടെ പെരുമാറ്റം മോശമാകും. പൊതുസ്ഥലത്ത് വെച്ച് ഇങ്ങനത്തെ ചില ശബ്ദങ്ങളും ചേഷ്ടകളും ഒക്കെ കാണിക്കുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിധേയമാകുന്നൊരവസ്ഥ വരും. ആ കളിയാക്കലുകൾ ഈ കുട്ടിയുടെ മാനസികാരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിക്കും. അത് വീണ്ടും ആ പ്രശ്നങ്ങളെ സങ്കീർണമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു സാധ്യത, ഒരു ബാക്ടീരിയൽ അണുബാധ ഉണ്ടായിട്ടുണ്ട്, അതിന് ശേഷമാണ് പെരുമാറ്റ വ്യത്യാസങ്ങൾ വരുന്നതെങ്കിൽ വളരെ ഗൗരവമായിട്ടത് പരിഗണിക്കുക, അതിന് വേണ്ട പരിശോധനകൾ നൽകുക, കൃത്യമായ ചികിത്സകൾ നൽകുക. പരിപൂർണമായിട്ടും ഇതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. നമസ്കാരം.